അല്ല അല്ല ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വാഴക്കൊമ്പ് കട്ട്ലറ്റ്. അതിന് വേണ്ടി വാഴക്കൊമ്പ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പല, ഇഞ്ചി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുട്ട, ബ്രെഡ് പൊടി. ആദ്യം ഒരു പാൻ എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു പാൻ എടുക്കുക, കത്തിക്കുക. എന്നിട്ട് കഴുകി കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് സവാള നല്ല വെന്തായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തവി എടുക്കണം. നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിലാക്കി മാറ്റണം. ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കണം ഗൈസ്. ഇത് നല്ലപോലെ നല്ല വെന്ത് കിട്ടണം.
അറ്റത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കുറച്ച് എണ്ണയ്ക്കകത്ത് ഇടേണ്ട. നമ്മൾ ഒട്ടിയിരിക്കുന്ന മതിലിൽ ഒട്ടിയിരിക്കുന്ന അത് എടുക്കണം. എന്നിട്ട് ഇവിടെ താഴെ ആക്കട്ടെ. നല്ലപോലെ വേവണം. സ്റ്റൗവ് നല്ലപോലെ കത്തിക്കണം. നല്ല സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ ഗൈസ്. നല്ല ബ്രൗൺ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ കിഴങ്ങ്, അത് ഞാൻ നേരത്തെ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കിഴങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കരിയാപ്പല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇതിനകത്ത് ഇട്ടാണ്. ഇത് പ്ലേറ്റ് മാറ്റിയിട്ട് നന്നായിട്ട് വഴറ്റണം. അത് കഴിഞ്ഞ് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഇത് നമുക്ക് ഇന്നത്തിട്ട് കൊടുക്കാം. എന്നിട്ട്
വാഴക്കൊമ്പ് നമുക്ക് വേകുന്ന ഇതിനകത്തെടുത്ത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇളകി പിന്നെ നല്ലപോലെ കൊടുക്കണം. ഒരു ബ്ലേഡ് എടുത്തിട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി വേണം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് നമുക്ക് കത്തി വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബോളിനകത്ത് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇടണ്ട. എന്നിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കുഴച്ച് ഈ മുട്ടയ്ക്കകത്ത് വെക്കണം. ബ്രെഡിൻ്റെ പൊടി പൊടിച്ചെടുക്കുക. ബ്രെഡിൻ്റെ പൊടി പൊടിച്ചെടുക്കുക.